കൺഗ്രാറ്റുലേഷൻസ്. വിഷ് യു എ ലോങ് ആൻഡ് ഹാപ്പി വെഡിങ് ലൈഫ് വർഷ. കല്യാണത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. എന്താടി നീ ആരെ നോക്കുന്നേ? ശ്യാം വന്നില്ലേ? ശ്യാമിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞങ്ങളെ വിളിക്കുമ്പോഴൊന്നും അവനെ കിട്ടുന്നുമില്ല. അവന്റെ ക്ലോസ് ഫ്രണ്ട് മിഥുനെയും കാണുന്നില്ലല്ലോ. ശ്യാമിനെ കാണാൻ വേണ്ടി മിഥുൻ അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. നീ വിഷമിക്കാതെ. നിന്റെ കല്യാണത്തിന് ശ്യാം വരാതിരിക്കോ? അവനും കൂട്ടുകാർ ഉറപ്പായിട്ടും എത്തും. ദേ, കല്യാണ പെണ്ണ് മൂഡ് ഓഫ് ആകാൻ പാടില്ല. ആളുകളൊക്കെ ശ്രദ്ധിക്കും. എന്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവൻ എനിക്ക് പിടി തരുന്നില്ല. വിളിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ മെസ്സേജ് അയക്കുമ്പോ അവന് റിപ്ലൈ എങ്കിലും ഒന്ന് അയച്ചൂടെ? എന്റെ മനസ്സറിയുന്നവനായിരുന്നു അവൻ. എന്നിട്ടും വർഷേ, ഇന്നത്തെ ദിവസം നീ വിഷമിക്കാൻ പാടില്ല. ശ്യാമിന് എന്തെങ്കിലും പ്രോബ്ലം കാണും. എന്നാലും ഒന്ന് വിളിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചൂടെ അവന്? എന്റെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതുപോലും അവന്റെ അനുവാദത്തോടെയല്ലേ? പക്ഷേ വേണ്ട, അതൊന്നും ഓർക്കാനും സങ്കടപ്പെടാനുള്ള സന്ദർഭമല്ല ഇത്. നീ നിന്റെ കാര്യങ്ങൾ നോക്ക്, അവൻ വന്നോളും. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്നത്തെ ദിവസത്തേക്കാൾ പ്രധാനമാ നാളെ. നാളത്തോടുകൂടി ലവ് ബേർഡ്സിനെ പോലെ പാറി നടക്കുന്ന വർഷയുടെ കഴുത്തില് കടിഞ്ഞാണ് വീഴാൻ പോവാ. പോടി. ഓഹോ ശരി. ശ്യാമൻ, നീ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അച്ഛാ. നല്ലത്. പഠിത്തത്തിൽ ഓർത്തു വയ്ക്കേണ്ടത് ഓർത്തു വയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറക്കേണ്ടതും മറന്നു കളയുന്നതും. മനസ്സിലായോ? നിനക്ക് മനസ്സിൽ വേറെ ടെൻഷൻ വല്ലതും ഉണ്ടോ? നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എങ്കിലേ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ നിന്റെ പേരിലൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ നീ തയ്യാറാണോ? നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ, രജിസ്ട്രേഷന് പോവാം. ആ, സംഗീതേ, നീ ഈയിടെയായിട്ട് എപ്പോഴും മകൻ്റെ പിന്നാലെ നിഴല് പോലെ കൂടിയിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നു, അതുകൊണ്ട് ചോദിച്ചത്. എന്താ, മകൻ്റെ മേലെപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് ഏതെങ്കിലും സൈക്യാട്രിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടോ? സൈക്കാട്രിസ്റ്റോ? എന്തൊക്കെയാ പറയുന്നേ? ഓ, വെറുതെ. നിന്റെ ചില നേരത്തെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നോടെന്തോ മറയ്ക്കുന്നത് പോലെ, ഒരു ഉരുണ്ട് കളി പോലെ. ഇനി എന്ത് തന്നെ എന്നിൽ നിന്ന് നിങ്ങൾ ഒളിച്ചാലും ഞാനത് കണ്ടുപിടിക്കും. ശരി, നടക്കട്ടെ. അമ്മ ഇനിയും കാണുന്നില്ലല്ലോ. പരദൂഷണം പറയാൻ എവിടെയും ചാൻസ് കിട്ടി കാണും. അമ്മ എന്തെങ്കിലും നാണക്കേട് ഒപ്പിച്ചിട്ടേ വരൂ. എല്ലാ സൗഭാഗ്യങ്ങളുള്ള AC റൂമാ വിക്രം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് വിശ്രമിച്ച പോരെ അമ്മയ്ക്ക്. അതെങ്ങനെയാ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ലെന്ന് അച്ഛൻ പറയുന്നത് ശരിയാ? നോക്കി നിൽക്കാതെ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വെക്കാൻ സഹായിക്കൂ.
പതിയെ പതിയെ. ഇതൊക്കെ എന്താ അമ്മേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് ജിലേബി, ലഡു, ജ്യൂസ്. അതെ, വലിയ VIP ചമഞ്ഞ് മുറിക്കകത്ത് കയറി ഇരുന്നാ പോരാ, മറ്റു കുട്ടികളെ പോലെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. എടിമക്കളെ, ഈ കോമ്പൗണ്ടിലെ ചായക്കട മുതൽ ഐസ്ക്രീം പാർലർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാവർക്കും ഫ്രീയാ. ഫ്രീ ആണെന്ന് കരുതിയിട്ട് എടുക്കുന്നതിനൊരു മര്യാദ കാണിക്കണ്ടേ അമ്മേ? നമ്മള് 3 പേരല്ലേ ഉള്ളൂ. മതിയല്ലോ. എടി, മറ്റുള്ളവരൊക്കെ അവിടെ വെട്ടി വീഴുങ്ങുവാ. പിടി. കഴിച്ചോ കഴിച്ചോ. പിടി പിടി പിടി. ഒറ്റ വലിക്ക് കുടിച്ചു. നീ കുടിച്ചു. കുടി കുടി. അയ്യോ, എന്റെ മക്കളിന് കപ്പാസിറ്റി ഉണ്ടല്ലേ. ഇനി ഒരു തവണ കൂടി കുടിച്ചാ ഈ ജ്യൂസിന്റെ കാര്യം ക്ലോസ്. അതിനൊരാൾക്ക് ഇത്രയും സാധനങ്ങൾ കൊടുക്കുവോ? പിന്നെ ഞാനേ കല്യാണ പെണ്ണിന്റെ മൂത്ത ചേച്ചിയാണെന്ന് പറയേണ്ട താമസം അവര് വാഴക്കോലിന് തന്നു. അപ്പൊ കല്യാണ പെണ്ണിനെ നാട്ടിച്ചു. അമ്മേ, ഗസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മൾ പാലിക്കേണ്ടതായ ചില മര്യാദകളൊക്കെ ഉണ്ട്. അമ്മ കല്യാണ പെണ്ണിന്റെ മൂത്ത ചേച്ചിയാണെന്നൊക്കെ പരസ്യപ്പെടുത്തിയല്ലോ. തീറ്റ കാണാതെ കിടക്കുന്ന ലോ ക്ലാസ് ദരിദ്രവാസികളാണെന്ന് കരുതി മറ്റുള്ളവര് നമ്മളെ അളന്ന് കളയും അമ്മേ. പിന്നെ അളക്കുന്നു. എടി, ഓരോരുത്തർ അവിടെ ഇരുന്ന് തിന്നുന്ന തീറ്റ ഒന്ന് കാണണം. ഒരു വലിയ കോട്ടൺ സൂട്ട് വിട്ട ഒരാളെ എല്ലാം കൂടെ വലിച്ചു വാരി തിന്നിട്ട് ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുക. അതിന്റെ ഇടയ്ക്ക് ആർക്കാ മറ്റുള്ളവരെ അളക്കാൻ നേരം? പെട്ടെന്ന് ഇത് മുഴുവനും തിന്നു കുടിച്ച് നിർത്തോണം. എന്നിട്ട് വേണം എനിക്ക് പോയി അടുത്ത സാധനം എടുത്തോണ്ട് വരാൻ. അല്ലെങ്കിലേ കുറച്ചും കൂടി എടുത്തിട്ട് വരാം. വല്ലതും കടിച്ചു വറുക്കാൻ ചിക്കനോ വല്ലതും കിട്ടുമോ നോക്കട്ടെ. നിങ്ങളിത് കഴിക്കൂ കേട്ടോ. ഈ അമ്മ നാണം കെടുത്തു നമ്മളെ. വർഷയുടെ കല്യാണത്തിന് നീ കൂടി പങ്കെടുക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം. ഇവിടെ നിന്ന് എല്ലാരും കല്യാണത്തിന് സഹകരിക്കുമ്പോ നീ മാത്രം പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ മോനെ. ദേ, മനോജിന്റെ സഹോദരിയുടെ കല്യാണമാണ്. എന്തൊക്കെ പറഞ്ഞാലും മനോജ് നിന്റെ പെങ്ങടെ ഭർത്താവല്ലേ. ആ ബന്ധമൊന്നും നോക്കി പോണോന്ന് അമ്മ പറയുന്നില്ല. നീ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ലേ, നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ടല്ലോ. ദേ, ആ നിലയിലൊന്നും തല കാണിച്ചാ മതി. അച്ചമ്മ പോകുന്നുണ്ടോ? അച്ചമ്മ കല്യാണത്തിന് പോകുന്നുണ്ടോന്ന്? തീരെ മനസ്സുണ്ടായിട്ടല്ല മോനെ. കല്യാണത്തിന് പോണോന്ന് എന്റെ മകൻ കുറുപ്പെന്നോട് നിർബന്ധിച്ചിട്ടില്ല. പോകരുതെന്ന് കർശനമായി വിലക്കിയിട്ടുമില്ല. പക്ഷേ എന്റെ മകൻ പ്രധാനപ്പെട്ടൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് കല്യാണത്തിന് പോണോന്ന് തന്നെയാണ് എന്റെ തീരുമാനം. കെട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നതേ മറ്റാരുമല്ല, നിന്റെ അച്ഛനാ. ആ സ്ഥിതിക്ക് പയ്യന്റെ സഹോദരന്റെ സ്ഥാനമാടാ നിനക്ക്. ദേ, നിന്റെ പിടിവാശിയും എടുത്തിയാട്ടവും ഭയന്ന് അച്ഛൻ നിന്നെ നിർബന്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളില് നിന്റെ സാന്നിധ്യം അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടടാ. പക്ഷെ ആഗ്രഹത്തെങ്കിലും നീ ഒന്ന് മാനിക്കടാ. പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യന് പെണ്ണിന്റെ വീട്ടുകാർ തന്നെ ഒരു തന്തയെ പടച്ചുണ്ടാക്കി കൊടുക്കുക. അതും മുൻ MLA-യും രാഷ്ട്രീയ ഭീഷ്മാചാര്യനുമായ കരുണാകരക്കുറുപ്പിനെ. കഷ്ടം. തന്റെ വയറ്റിൽ പിറക്കാത്ത ഒരുവന്റെ അച്ഛനായിട്ട് സ്വന്തം ഭർത്താവ് വേഷമിടുന്ന കപട നാടകം കാണാൻ ഭാര്യയ്ക്കും തിടുക്കമായി. ആ വിഡ്ഢിവേഷത്തിന് ചൂട്ടുപിടിക്കാൻ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അച്ഛമ്മയും തയ്യാറാവുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്കൊക്കെ? ഒരേ ഒരു മകളെ, ഒരേ ഒരു പെങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത അച്ഛനും സഹോദരനും എന്ന ദുഷ്പേര് ഇപ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതിന് കാരണക്കാരനായ തിണ്ടിയുടെ പെങ്ങടെ കല്യാണം കൂടാൻ ഈ ജഗനെ കിട്ടില്ല.
സ്വന്തം അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ കെട്ടിയാടുന്ന കോമാളി വേഷം കണ്ട് കൈയടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. അതിന് ഈ ജഗൻ തയ്യാറല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ വിക്രം വർഷയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശനാണെന്ന് കേട്ടത്. രണ്ടുപേർക്കും പ്രേമലഹരി മൂത്ത് ഭ്രാന്തായി പോയെന്ന് പറയാം. മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതോടെ വർഷയ്ക്ക് ഭാഗ്യത്തിന്റെ ബമ്പർ ഇടിച്ചു. വിക്രം വിശിഷ്ടാതിഥിയായി കോളേജിൽ വന്നതും വർഷയെ കണ്ടതും പ്രണയത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളച്ചതൊക്കെ എത്ര പെട്ടെന്നായിരുന്നു. പെണ്ണായി പിറന്ന അത് വർഷയായി പിറക്കണം. സാക്ഷാൽ ഭാഗ്യലക്ഷ്മിയല്ലേ. നീ എന്താടി ചെയ്യുന്നേ? ഞാൻ ശ്യാമിനെ വിളിച്ചോണ്ടിരിക്കുക. അവനെ ലൈനിൽ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ കല്യാണത്തിന് വന്നിട്ടും അവൻ വന്നില്ലല്ലോ. ഒരുമിച്ചൊരു സോഷ്യൽ വർക്കിന് പോകുന്ന പ്രാധാന്യം പോലും എന്റെ വിവാഹത്തിന് അവൻ കൽപ്പിച്ചിട്ടില്ല. ചേച്ചിയുടെ വിവാഹം നടന്നില്ല. എന്നാലും ആ ചടങ്ങ് ഭംഗിയായി നടക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയത്നിച്ചവനാ ശ്യാം. എന്റെ കാര്യത്തില് പ്രയത്നിക്കാനൊന്നും വന്നില്ലെങ്കിലും സാന്നിധ്യം കൊണ്ടെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള മനസ്സുപോലും അവനില്ലാതായോ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ഞാൻ അവനോട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് ഒഴിക്കുന്നുണ്ട്. പറയടി, ഞാൻ എന്തെങ്കിലും തെറ്റ് ശ്യാമിനോട് ചെയ്തിട്ടുണ്ടോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ ബെസ്റ്റി ആയതുകൊണ്ട് നിനക്ക് ഓരോന്ന് വെറുതെ തോന്നുന്നതാ. മുഹൂർത്തത്തിന് മുൻപ് അവൻ എത്തിയിരിക്കും. നീ ഇങ്ങനെ വാടിത്തളർന്നിരിക്കാതെ നിന്റെ കാര്യങ്ങൾ നോക്കു വർഷേ. വർഷേ, വർഷേ, ദേ സുചിത്രേച്ചി വിളിക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ശ്യാം സ്നേഹിച്ചിരുന്ന പെണ്ണ് വർഷയായിരുന്നു എന്ന സത്യം അവളോട് തുറന്നു പറഞ്ഞാലോ? ഏയ്, അതൊരിക്കലും പാടില്ല. അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാ കാര്യങ്ങളുടെ ഗതിയൊക്കെ മാറും. വിക്രമായിട്ടുള്ള കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോവും. അത് നമ്മൾ വന്നൊരു കല്യാണം മുടക്കുന്നതിന് തുല്യമാവും. തൽക്കാലം ആ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അറിയാലോ, ഈ കല്യാണമെങ്കിലും മംഗളായിട്ട് നടക്കട്ടെ. വന്ദനേച്ചിയുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് മുടങ്ങിയതാ. അത് ഓർക്കണം നമ്മള്. പക്ഷെ കാരുണ്യെ, എന്റെ മനസ്സൊരു കാര്യം പറയുന്നു. നീ എന്ത് നെഗറ്റീവായിട്ടല്ലേ കാണൂ? എങ്കിലും പറ. ഈ കല്യാണം മുടങ്ങും. ശ്യാമേ, നീ എന്താ ഇങ്ങനെ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ കാണാൻ ശ്രമിച്ചു. നീ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഫോൺ കട്ട് ചെയ്യുന്ന എന്തിനാ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ആ എന്നോട് നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ കല്യാണമാണ്. നീ വരണം. നിന്നെ പ്രതീക്ഷിക്കും ഞാൻ.
വിക്രമാണല്ലോ വർഷം വിളിക്കുന്നത്. സ്പീക്കറിലിടാം. അയ്യോ വേണ്ട. വേണം. കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് നമുക്ക് കൂടെ ഒന്ന് കേൾക്കാമല്ലോ, അല്ലേ സുദ്രേച്ചി? വേണമെന്ന് പറ ചേച്ചി. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഹരിതേ? നീ സ്പീക്കറിൽ അങ്ങോട്ടിട്ട്. ചേച്ചി ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നോണ്ടിരിക്കുക. വർഷം എന്ത് ചെയ്യുന്നു? ഞാനും അമ്മയും ചേച്ചിമാരും കൂടി സാരി സെലക്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഫോൺ സ്പീക്കറില. സാരി ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്ത കൺഫ്യൂഷനില്ല എല്ലാരും. ഇത്രയും അധികം സാരികൾ, അതും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് എന്തിനാ എടുത്തേ? വർഷേ, താലികെട്ട് കഴിയുന്നതിന് മുമ്പ് ഭർത്താവിന്റെ ബഡ്ജറ്റിനെ കടിഞ്ഞാണിടാൻ നോക്കുവാണോ നീ? അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. റൊമാൻസ് തുടങ്ങി. എന്താ? ഞാൻ വർഷയ്ക്കായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താ? അത് നേരത്തെ പറഞ്ഞ സർപ്രൈസ് അല്ലാതാകില്ലേ? ഓക്കെ. ഓക്കെ. ഞാൻ വന്നെനിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ? സർപ്രൈസ് ആകില്ലല്ലോ, നേരിട്ട് പറയാം. നല്ല മഴയാ പുറത്ത്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. ഹലോ, മാധവനാ. ഒരു കാര്യം പറയാൻ മറന്നു. മണ്ഡപത്തിലേക്കുള്ള തെങ്ങിൻ പൂക്കുല, പറ നിറയ്ക്കാനുള്ള നെല്ല്, പനിനീര് തളിക്കാനുള്ള പാത്രം, ഇതൊക്കെ കൊടുത്തുവിടണം. അഡ്വാൻസ് തരാനായിട്ട് പ്രകാശിനെ സതീശിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവര് വന്ന് വേണ്ടത് ചെയ്തോളും. എല്ലാം സ്വീകരണത്തിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ആവട്ടെ. അഡ്വാൻസ് കൊടുക്കേണ്ടവരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്നും വിട്ടുപോകരുത്. ഇല്ലച്ചാ, വാഴയില കൊണ്ടുവരുന്ന ആൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടില്ല. അതും കൊടുത്തേക്ക്. അച്ഛാ, വരനെ സ്വീകരിക്കാനുള്ള മാലയും പൂച്ചെണ്ടും ഞാനാ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പിന്നെ 1 കിലോ മുല്ലപ്പൂ അഡീഷണൽ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതും ഏർപ്പാടാക്കിയേക്ക്. പിന്നെ അച്ഛാ, മഴക്കാലമാ, മുറ്റത്തൊരു അഡീഷണൽ പന്തല് നമ്മുടെ ചെലവ് തന്നെ ചെയ്യേണ്ടി വരും. അത് വേണമെങ്കിൽ മാത്രം മതി. ഒന്നും വേണ്ടാന്ന് വെക്കണ്ട, അതും ബുക്ക് ചെയ്തേക്ക്. പിന്നെ കാറിൽ പോയാൽ മതി, പെട്ടെന്ന് വരണം. ശരി അച്ഛാ. മോൻ വാ. അല്ല, വർഷം എവിടെ അച്ഛാ? അവള് റൂമിലുണ്ട്. വിളിച്ചില്ലേ? വിളിച്ചു. കല്യാണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ട്. ആണോ? ആയിക്കോട്ടെ. ഇതെല്ലാം ഇന്നത്തെ ഓരോ പരിഷ്കാരങ്ങളല്ലേ, ഒന്നും കുറയ്ക്കണ്ട. അല്ല, ഇതെല്ലാം വർഷയുടെ ഇഷ്ടപ്രകാരമുള്ള തയ്യാറെടുപ്പുകളാണ് അച്ഛാ. ഒരു സിനിമാ ഗാനത്തിന്റെ രീതിയിൽ ആൽബം ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സിനിമ ക്യാമറമാനും ഡയറക്ടറൊക്കെ പുറകെ വരുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എവിടെ എത്തി? അയ്യോ, അവിടെയല്ല, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. മോളെ, അന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന വഴി രാജീവ് അമ്മേ, എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ? അന്ന് രാജീവും പറഞ്ഞു, ഒരു
സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് കേൾക്കാൻ വന്ദനയ്ക്കോ പറയാൻ രാജീവിനോ കഴിഞ്ഞില്ല. അമ്മേ കണ്ണു